അയോധ്യയിലെ രാമക്ഷേത്രം ലക്ഷ്യമിടാൻ പദ്ധതിയിട്ടിരുന്ന ഭീകരൻ അബ്ദുൾ റഹ്മാൻ അറസ്റ്റിലായതിനെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഫരീദാബാദിലെ ബാൻസ് റോഡ് പാലി പ്രദേശത്തു നിന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 19-കാരനായ അബ്ദുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 2 ഹാൻഡ് ഗ്രനേഡുകൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അവ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് നിർവീര്യമാക്കിയിരുന്നു. ഇതിനുശേഷം ഉത്തർപ്രദേശ് ATS, അസംഗഡ്, മൗ, ബല്ലിയ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കൂട്ടപ്രതികളെ തേടി വൻ റെയ്ഡുകൾ നടത്തുകയും ചെയ്തിരുന്നു. ആയുധ നിയമത്തിലെ സെക്ഷൻ 25(1)A പ്രകാരമുള്ളതും 1908 സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ 4A, 4B, 5 എന്നിവ പ്രകാരമുള്ളതുമായ കുറ്റങ്ങൾ ചുമത്തി ഫരീദാബാദ് പോലീസ് അബ്ദുൾ റഹ്മാനെതിരെ ദബുവ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. STF ഇൻസ്പെക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്ന് പോലീസ് വക്താവ് യശ്പാൽ സിംഗ് പറഞ്ഞു. അബ്ദുളിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഗുജറാത്ത് ATS ഇയാളെ 10 ദിവസത്തെ റിമാൻഡിൽ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. എവിടെ നിന്നാണ്, ആരാണ് ഇയാൾക്ക് ഹാൻഡ് ഗ്രനേഡുകൾ നൽകിയത് എന്ന് കണ്ടെത്താൻ പോലീസും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഹസ്യാന്വേഷണ ബ്യൂറോയിൽ അഥവാ IB-യിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ATS അയാളുടെ സങ്കേതം കണ്ടെത്തുകയും തുടർന്ന് ഹരിയാന STF-മായി സഹകരിച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അബ്ദുൾ റഹ്മാന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി അതായത് ISA-യുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. ചോദ്യം ചെയ്യലിൽ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട് എന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റാളുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം UP ATS സംസ്ഥാനത്തുടനീളം റെയ്ഡുകൾ ആരംഭിച്ചു. ഇന്നലെ രാത്രി അസംഗഡിൽ നടന്ന റെയ്ഡിന് ശേഷം സംഘം ബല്ലിയയിലെത്തി. അവിടെ 3 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു. ഇവരിൽ നിന്ന് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു ഇമെയിൽ ID കണ്ടെടുത്തതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ അസംഗഡ് പ്രദേശത്ത് ATS സംഘങ്ങൾ സജീവമാണ്. ISA-യുമായി ബന്ധമുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അബ്ദുൾ റഹ്മാനിൽ നിന്ന് കണ്ടെടുത്ത ഹാൻഡ് ഗ്രനേഡും അയാൾക്ക് ISA-യുമായുള്ള ബന്ധത്തെക്കുറിച്ചും സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ അയാൾ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. അബ്ദുൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ശൃംഖലയും ഗ്രനേഡുകളുടെ ഉറവിടവും കണ്ടെത്തുന്നതിനായി അന്വേഷണം നടന്നു വരികയാണ് എന്ന് ഫരീദാബാദ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം UP ATS-ന്റെ നടപടിയെ തുടർന്ന് തീവ്രവാദ ഗൂഢാലോചനയെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറച്ചി കച്ചവടക്കാരനായ അബ്ദുൾ റഹ്മാൻ 10 മാസം മുമ്പാണ് ഭീകര നെറ്റ്വർക്കിൽ ചേർന്നത്. മിൽക്കിപൂരിലെ സ്വന്തം സ്ഥാപനത്തിലിരുന്ന് ഓൺലൈനിൽ ഭീകരാക്രമണത്തിൽ പരിശീലനം നേടി. ആസൂത്രിത ആക്രമണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തു. 10ാം ക്ലാസ് മാത്രം വരെ പഠിച്ചിട്ടുള്ള റഹ്മാന് വീഡിയോ കോളുകൾ വഴി വിശദമായ നിർദ്ദേശങ്ങളും ദൗത്യങ്ങളും നൽകിയിരുന്നു. വെർച്വൽ പരിശീലന സെഷനുകളിൽ രാമക്ഷേത്രം ആക്രമിക്കാനുള്ള ഗൂഢാലോചനയും ആസൂത്രണം ചെയ്തതായി വിവരമുണ്ട്. നിർദ്ദേശം ലഭിച്ച പ്രകാരം രാത്രി ഓട്ടോയിൽ രാമക്ഷേത്രത്തിൽ പരിസരങ്ങളിൽ കറങ്ങി. മൊബൈൽ ഫോണിൽ നിന്ന് അയോധ്യ ക്ഷേത്രമടക്കം ആരാധനാലയങ്ങളുടെ നിരവധി ഫോട്ടോകളും വീഡിയോകളും കണ്ടെത്തുകയും ചെയ്തു.